ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ടോക്ക് ഓഫ് ദി ഡേയുമായിട്ടാണ്. ഇന്നത്തെ ടോക്ക് ഓഫ് ദി ഡേയിലെ വിഷയം ആടുജീവിതം എന്ന സിനിമ ഓസ്കറിലേക്ക്. എൻ്റെ ഈ ടോക്ക് ഓഫ് ദി ഡേയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി, ചാനൽ സബ്സ്ക്രൈബ് ആയി പോകും. ഓക്കെ ഗൈസ്, നമുക്ക് ടോക്ക് ഓഫ് ദി ഡേയിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോക്ക് ഓഫ് ദി ഡേയിലെ വിഷയം ആടുജീവിതം എന്ന സിനിമ ഓസ്കറിലേക്കും. കാരണം ആടുജീവിതം എന്ന സിനിമ അത്രമാത്രം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്റർ റിപ്പോർട്ട് ഭയങ്കരമാണ്. കാരണം മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളെല്ലാം ഹിറ്റാണ്. ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇപ്പോൾ ഒരു അഞ്ചക്കള്ള കോക്കൻ എന്ന് പറഞ്ഞൊരു മൂവി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആടുജീവിതം, ഇതെല്ലാ സിനിമകളും ഹിറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു റിസൾട്ടാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി സാമ്പത്തിക ഭദ്രതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആടുജീവിതം വളരെ റിസൾട്ട് തന്നുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ബ്ലസ്സിയെ എല്ലാവരും വാനോളം പുകഴ്ത്തുകയാണ്. ബ്ലസ്സി എന്ന സംവിധായകൻ. അതായത് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ 2008 ഏറ്റവും അധികം വിറ്റഴിഞ്ഞ ബെന്യാമിൻ്റെ മലയാളം നോവലാണ് ആടുജീവിതം. ഈ നോവലാണ് ബ്ലസ്സി സിനിമയാക്കിയിട്ടുള്ളത്. ഈ ആടുജീവിതം സിനിമ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ് ആടുജീവിതം, എന്താണ് നജീബ് എന്നൊക്കെ മനസ്സിലാവും, എന്താണ് ഹക്കീം. പക്ഷേ ഈ ആടുജീവിതം നോവലിൽ നിന്ന് കുറേയധികം വ്യത്യസ്തമായിട്ടാണ് ബ്ലസ്സി ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ചില വിവാദങ്ങൾക്കൊക്കെ ഇടവരുത്തിയിട്ടുണ്ട്. വിവാദങ്ങൾ വെച്ചാൽ ചെറിയ ചെറിയ വിവാദങ്ങൾ. അതായത് ആടുജീവിതം എന്ന് പറഞ്ഞ നോവലിൽ ഈ പറയുന്ന നജീബ് എന്ന് പറഞ്ഞ പ്രധാന കഥാപാത്രം മരുഭൂമിയിൽ വെച്ച് ആടിനെ ഭോഗിക്കുന്ന രംഗമൊക്കെ ഉണ്ടായിരുന്നു നോവലിൽ. അത് നോവൽ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ അതൊരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ സിനിമയിൽ ഇല്ല. അപ്പോൾ അതൊക്കെ ബ്ലസ്സി വളരെ തന്ത്രപൂർവ്വം അതിൻ്റെ തിരക്കഥ റെഡിയാക്കി ആ സിനിമ മേക്ക് ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. കാരണം ഈ മരുഭൂമിയിൽ വെള്ളമില്ല, ഭക്ഷണമില്ലാണ്ട് പെട്ടുപോയി, അവിടുന്ന് കുടുംബമൊക്കെ പെട്ടുപോയ ആൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകും. അതാണ് ഇതിനകത്തൊരു വിവാദം എന്ന് പറഞ്ഞാൽ. മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല, അത് കേട്ടിട്ടുള്ളവർക്കും തോന്നുന്നില്ല. കാരണം അയാൾ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ആടിനെ പ്രാപിക്കാനൊക്കെയുള്ള മാനസികാവസ്ഥ അയാൾക്കുണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അതും ഈ സിനിമയുടെ ഒരു വിവാദമാണ്. ഈ സിനിമയിൽ ചെറിയൊരു വിവാദമാണ്. അത് ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭയങ്കരമാണ്. അത് റൈറ്റർ, അതായത് ഈ നോവൽ എഴുതിയ ആൾ എഴുതി വെച്ചതാണ്. അപ്പോൾ ബെന്യാമിൻ എഴുതി വെച്ചതാണ്. അപ്പോൾ അത് എഴുത്തുകാരൻ്റെ തലച്ചോറിൽ അപ്പോൾ ആ കഥാപാത്രത്തിലുണ്ടാകുന്ന വിസ്ഫോടനങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളതായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. എന്തായാലും ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ, അതിൽ പൃഥ്വിരാജിൻ്റെ അഭിനയം, എല്ലാവരും ഇപ്പം ഈ പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് പറയുമ്പോൾ മലയാളികൾ അല്ലെങ്കിൽ ഈ സിനിമ കണ്ടവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ പൃഥ്വിരാജിനെ വാനോളം പുകഴ്ത്തുകയാണ്. കാരണം അത്രമാത്രം നന്നായിട്ട് അദ്ദേഹം ആ കഥാപാത്രത്തെ ഡെഡിക്കേഷനാണ്. ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ഉള്ള ആ നടൻ്റെ ഡെഡിക്കേഷൻ, അത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ, അത് നല്ല രീതിയിൽ സത്യസന്ധമായിട്ടൊക്കെ അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ നടൻ്റെ അഭിനയ മികവ് പൃഥ്വിരാജിനെ പോലെ തന്നെ അമല പോളും അല്ലെങ്കിൽ ഇബ്രാഹിം ഖാദിരിയായിട്ട് വന്ന ജിമ്മിയും KR ഗോകുലും ഒക്കെ ഒരു ഹോളിവുഡ് ആക്ടറാണ് ജിമ്മി എന്ന് പറയുന്നത്. ജിമ്മി ജീൻ ലൂയിസ്, അദ്ദേഹം KR ഗോകുൽ എന്ന് പറഞ്ഞ ഹക്കീമിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ച ആ പയ്യൻ, അവനൊക്കെ വളരെ നന്നായിട്ട് 100% പെർഫെക്ഷനോടുകൂടി കഥാപാത്രമല്ല ഈ ആർട്ടിസ്റ്റ് ഇല്ല അവിടെ, കഥാപാത്രമുള്ളൂ. അത് പൃഥ്വിരാജും മറ്റുള്ളവരൊക്കെ അപ്പോൾ അത്ര നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ആ സിനിമയ്ക്കുണ്ട്. പിന്നെ സിനിമയുടെ ടെക്നീഷ്യൻസ് AR റഹ്മാൻ ലെജൻഡ്. AR റഹ്മാനാണ് മ്യൂസിക് കമ്പോസർ. അത് BGMും പാട്ടുകളും എല്ലാം ചെയ്തിരിക്കുന്ന AR റഹ്മാനാണ്. അപ്പോൾ BGM ആണ്, അറിയാലോ, ഒരു സിനിമയുടെ സോൾ എന്ന് പറയുന്നത് BGM ആണ്. അപ്പോൾ BGM ഒക്കെ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ
അത് ആത്മാവിലേക്ക് തട്ടുന്ന രീതിയിൽ ആ മ്യൂസിക് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. എ ആർ റഹ്മാൻ ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ പാട്ടുകൾ പെരിയോനെ റഹ്മാനെ എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. വിജയ് യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, അതും ഒരു ഡ്യുയറ്റ് ഉണ്ട്, അതും വളരെ നല്ല പാട്ടാണ്. പാട്ടുകളെല്ലാം നല്ല ഹിറ്റാണ്. പെരിയോനെ റഹ്മാനെ ഭയങ്കര ഹിറ്റായി എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എ ആർ റഹ്മാൻ തൻ്റെ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ഈ സിനിമയിൽ കാണാവുന്നതാണ്. മ്യൂസിക്കും BGMഉം പാട്ടുകളും എല്ലാം അദ്ദേഹം വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റർ ശ്രീകർ പ്രസാദ്, മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി, ആർട്ട് അയ്യൂബ് അൽ നഹാസ്, കോസ്റ്റ്യൂം സ്റ്റെഫി സേവിയർ. ഇങ്ങനെ ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഈ സിനിമയുടെ തിരക്കഥ നമ്മൾ കുറ്റപ്പെടുന്നതല്ല. ഈ സിനിമ ഓസ്കറിലേക്ക് എത്താനുള്ള ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അത് സംശയം ജനിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് സൂചിപ്പിക്കാം. എൻ്റേതായ അഭിപ്രായങ്ങളാണ്. അതായത് സിനിമ തുടങ്ങുമ്പോൾ ഈ സിനിമയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി വിസ ഉണ്ടാക്കി, വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് എത്തുന്നു. ഗൾഫിലെത്തി അവിടെ സ്വപ്നം കാണുന്നത് ഗൾഫ് സ്വർഗമാണ് മലയാളികൾക്ക് അന്നും ഇന്നും. അപ്പോൾ അന്ന് ഈ ഗൾഫിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഗൾഫിൽ പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾ ഗൾഫിൽ ചെന്നിട്ട് ചതിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു. ഈ കഥ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇയാളെ ട്രാപ്പിൽ പെടുത്തിയിട്ട് ഇയാളുടെ വിസയും പാസ്പോർട്ടൊക്കെ പിടിച്ചെടുത്തിട്ട് ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഒരു മണലാരണ്യത്തിൽ, ഒരു മരുഭൂമിയുടെ ഇൻറ്റീരിയർ പോർഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ ആടുകളെയും ഒട്ടകങ്ങളെയും നോക്കാൻ നിർത്തുന്ന ജോലിയാണ് അയാൾക്ക് കൊടുക്കുന്നത്. അവിടെ ഇദ്ദേഹം കഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പ് ഈ സെയിം സർവൈവിങ് മൂവീസ് ധാരാളം വന്നിട്ടുണ്ട്, സർവൈവൽ മൂവീസ് ധാരാളം വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് രസകരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഇദ്ദേഹം നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുന്ന ഒരു നെഗറ്റീവാണ്. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ആംബിയൻസ്, നമ്മൾ ഈ കാസ്റ്റിങ്ങിൽ വന്നിട്ടുള്ളൊരു ചെറിയ പിഴവായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്, ഗംഭീര കാസ്റ്റിംഗാണ്. പക്ഷേ ഈ നജീബിനെ കാസ്റ്റ് ചെയ്ത്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ നടൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ കഥാപാത്രം യഥാർത്ഥ നജീബിനെ കണ്ടാൽ അദ്ദേഹം ഒരു സാധാരണക്കാരനായ, വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത, വലിയ സുന്ദരനല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് പൃഥ്വിരാജ് ആ കഥാപാത്രത്തിന് ഇണങ്ങുമോ എന്നുള്ളതാണ് ഒരു സംശയം. പിന്നെ ഇവർ ഗൾഫിലേക്ക് വരുന്ന ഒരവസ്ഥ, ഗൾഫിലേക്ക് വരുമ്പോൾ ഇവർ ഇടുന്ന കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സിക്യൂട്ടീവായിട്ടുള്ള, എന്താ പറയുക, ഷർട്ടും പാൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇദ്ദേഹം എന്തെങ്കിലും എക്സിക്യൂട്ടീവ് ജോലിക്ക് വന്നതാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ലെവലിലാണ് അദ്ദേഹം അവിടെ ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്നത്, അവിടെ ഗൾഫിൽ. ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന ആൾക്ക് നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലത്തെ അവസ്ഥയാണ്. അയാൾക്ക് അറിയില്ല എങ്ങോട്ട് പോകണം, ആരെ കാണണം, എങ്ങനെയാണ് ഈ വിസ വെച്ചിട്ട് മൂവ് ചെയ്യേണ്ടതെന്ന് അയാൾക്കറിയില്ല. ആ അവസ്ഥയാണ് ഇയാൾ ട്രാപ്പിലാകപ്പെടുന്നത്. സാധാരണ ഗൾഫിലൊക്കെ ചെന്നിറങ്ങിയാൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഇതൊന്നും അറിയാൻ പാടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും. കള്ളന്മാരൊക്കെ ഉണ്ടല്ലോ, ധാരാളം തട്ടിപ്പുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു ചതിയിൽപ്പെടുത്തി ഇയാളെ കൊണ്ടുപോകണം. അപ്പോൾ ആ വന്ന ആളുടെ നിൽക്കുന്ന പൃഥ്വിരാജിൻ്റെ ആംബിയൻസും സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇയാളെ പറ്റിക്കാൻ വരുന്നവന് തോന്നണ്ടേ. അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരുത്തനാണെന്നുള്ളത് പൃഥ്വിരാജിനെ കണ്ടാൽ തോന്നുള്ളൂ. പൃഥ്വിരാജിൻ്റെ ആ സമയത്തെ കോസ്റ്റ്യൂംസൊക്കെ അത്രയും ഹൈപ്പിലുള്ള കോസ്റ്റ്യൂംസും രീതിയിലൊക്കെ വരും. ഒരു സാധാരണക്കാരനായിട്ട് അങ്ങനെ തോന്നുന്ന ഒരു ശ്രീനിവാസനാണ് ഈ കഥാപാത്രത്തെ, ശ്രീനിയേട്ടന് ഇപ്പോൾ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റില്ല. എന്നാലും ശ്രീനിയേട്ടൻ്റെ ചെറുപ്പമാണ് എന്നുണ്ടെങ്കിൽ ഈ കഥാപാത്രത്തിന് കറക്റ്റാണ്. അങ്ങനത്തെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി കഥാപാത്രം കറക്റ്റായിട്ട് ഫീൽ ചെയ്തതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് വളരെ ഡെഡിക്കേഷനോടുകൂടി കഷ്ടപ്പെട്ട് 12 വർഷത്തെ കഷ്ടപ്പാടാണ് ബ്ലെസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയും ഓൾ ക്രൂസിൻ്റെയും ഈ സിനിമ. അപ്പോൾ കഷ്ടപ്പെട്ട് പുള്ളിയെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ
ഗൾഫിൽ വന്നിട്ടുള്ള അവസ്ഥയാണ്. ഗൾഫിൽ വന്നിട്ട് ട്രാപ്പ് ചെയ്യപ്പെടുന്നു, കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു. അവിടുന്ന് കിഡ്നാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ട്രാപ്പിൽ പെടുത്തി കൊണ്ടുപോകണം, ഒരു അറബി കൊണ്ടുപോയി ഒരു മണലാരണ്യത്തിൻ്റെ ഒരു മരുഭൂമിയുടെ നടുക്ക് കൊണ്ടുവന്നിട്ട് ഇയാൾ അവിടെ വന്നിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്സാണ്. അതായത് ഇയാൾ ട്രാപ്പിലെപ്പെട്ടു, ട്രാപ്പിലായിപ്പോയി, ഇയാൾ അക്സെപ്റ്റ് ചെയ്ത് പ്രതീക്ഷിച്ചു വന്നതൊന്നുമല്ല. ഒരു വല്ലാത്ത നിഗൂഢതയിലേക്കാണ് ഇയാൾ വന്നത്. ഒരു കെണിയിലാണ്, ഒരു ചതിക്കുഴിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന് ഇയാൾ മനസ്സിലാക്കുന്നത് വരെയുള്ള ഒരു സമയമുണ്ട്. ആ ഒരു ചെറിയ സമയമുള്ളൂ. ആ സമയത്തിൻ്റെ ടൈം ലൂപ്പ് അത് സ്ക്രീൻ പ്ലേയിൽ അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് ആ ലോകവുമായിട്ട് അല്ലെങ്കിൽ നജീബ് ആ ലോകവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സമയമുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ഓരോ സെഗ്മെൻറ്റും ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ആ സിനിമയിലെ വിജയം. നമ്മൾ ആ ലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതാണ്. അതിനകത്ത് ആ പരുന്തുകൾ അറ്റാക്ക് ചെയ്യുന്ന ശവം, പൃഥ്വിരാജിൻ്റെ കൂടെയുള്ള ഒരാളെ, നജീബിൻ്റെ കൂടെയുള്ള ആളെ പരുന്തുകൾ അറ്റാക്ക് ചെയ്ത് കൊന്നു തിന്നുന്നൊരു സംഭവം, ഡെഡ് ബോഡി തിന്നുന്നൊരു സംഭവം. അതുപോലെ തന്നെ പാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്ന സംഭവം. അതുപോലെ തന്നെ ഇതൊക്കെ ടെൻഷൻ, നമുക്ക് ഭീതി ജനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. പാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്നു, പിന്നെ മണൽക്കാറ്റ്, മരുഭൂമിയിലെ കാറ്റ്, ഈ ചുഴലിക്കാറ്റ് വരുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റ് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഹക്കീം എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഹക്കീം KR ഗോകുൽ അവതരിപ്പിച്ച കഥാപാത്രം വളരെ നന്നായിട്ട് KR ഗോകുൽ ഹക്കീമിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു അംശം പോലും KR ഗോകുൽ എന്ന് പറഞ്ഞ കഥാപാത്രം, ആ പയ്യൻ കഥാപാത്രത്തിലില്ല. കഥാപാത്രം ഹക്കീം എന്ന് പറഞ്ഞ കഥാപാത്രം മാത്രമേ ഉള്ളൂ. അത് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇബ്രാഹിം ഖാദരി, ജിമ്മി അവതരിപ്പിച്ച കഥാപാത്രം, ഇബ്രാഹിം ഖാദരി എന്ന ഇവരുടെ രക്ഷകനായിട്ട് വരുന്ന കഥാപാത്രം, എല്ലാവരുടെയും പ്രീതി സ്വന്തമാക്കുന്ന, പിടിച്ചെടുക്കുന്ന ഒരു കഥാപാത്രമാണ് ഇബ്രാഹിം ഖാദരിയുടെ. അത് ജീൻ ലൂയിസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഹോളിവുഡ് ആക്ടർ വളരെ നന്നായിട്ട്, അദ്ദേഹം എയ്ത്തി ആക്ടറാണ്. അപ്പോൾ അദ്ദേഹം വളരെ നന്നായിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലാഷ് ബാക്കാണ്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്ത ലെവലിലേക്ക്, ആ മരുഭൂമി ദൃശ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ നജീബിൻ്റെ അവിടെ പെടുന്നതും അവിടുന്ന് സർവൈവിങ്ങിലും ഒക്കെ ഉള്ള ആ കാലഘട്ടം കാണിച്ച ആ ലെവലിലേക്ക് ഫ്ലാഷ് ബാക്കിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം ആ പ്രണയരംഗങ്ങളൊക്കെ നിലവാരത്തിന് ഉയർന്നു എന്നുള്ളത് സംശയമാണ്. കാരണം നായിക ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന മുലക്കച്ച കെട്ടിയ നായികയെ എടുത്തുകൊണ്ട് റോട്ടിൽ കൂടിയൊക്കെ ഓടി വന്നിട്ട് വലിയൊരു പുഴയിലേക്ക്, വളരെ താഴത്തിലേക്കുള്ള പുഴയിലേക്ക് നായിക എടുത്ത് എറിയുന്നു. പുറകെ പൃഥ്വിരാജ് കാണുന്നു. ഈ ഏരിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നായിക തട്ടിപ്പോയെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രണയരംഗങ്ങളും പ്രണയരംഗങ്ങളും മൊത്തത്തിൽ പോരാ. അപ്പോൾ അത് ഒരു ചെറിയ നിലവാര കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക്, ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. മേക്കിങ്ങിലും എല്ലാം. പിന്നെ ഇതിനകത്ത് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അൺസങ് ഹീറോസ് ഓഫ് ആടുജീവിതം എന്ന് നമ്മൾ എടുത്തു പറയുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. ഞാൻ പറയുകയാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല 2 ടെക്നീഷ്യൻസ് ഉണ്ട്, എടുത്ത് പറയേണ്ട ടെക്നീഷ്യൻ. അതായത് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുട്ടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സ്ഥലത്തും പ്രതിപാദിച്ചോ പറഞ്ഞോ അദ്ദേഹത്തെ ഒരു ചടങ്ങിൽ ആദരിച്ചോ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫർ സുനിൽ KS, ഒരു സിനിമയുടെ കണ്ണെന്ന് പറയുന്നത് ക്യാമറമാനാണ്. അപ്പോൾ ആ ഛായാഗ്രഹണം, അത് ഈ സിനിമയുടെ ഛായാഗ്രഹണം നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സുനിൽ KSനെ കുറിച്ച് എങ്ങും പറയുകയോ പ്രതിപാദിക്കുകയോ ചെയ്യുന്നത് കണ്ടില്ല. ഇത് 2 പേരും അൺസങ് ഹീറോസാണ്. അൺസങ് ഹീറോസ് എന്ന് പറഞ്ഞാൽ പാടിപ്പുകഴ്ത്തപ്പെടാത്ത നായകന്മാർ. ഈ 2 പേര് ആടുജീവിതത്തിലെ പാടിപ്പുകഴ്ത്തപ്പെടാത്ത നായകന്മാരാണ്. എനിവേ, ആടുജീവിതം ഒരു 1 ഹിറ്റിലേക്ക് പോകുന്നു. 1 ഹിറ്റിലേക്ക് പോകട്ടെ. ആടുജീവിതത്തിൻ്റെ ഓൾ ക്രൂസിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ലൊരു സിനിമ തന്ന ബ്ലെസ്സിക്കും പൃഥ്വിരാജ് സുകുമാരനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഗുഡ് ബൈ.